നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇലോൺ മസ്കിൻ്റെ പല പ്രസ്താവനകളും നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഇപ്പോഴിതാ ഇലോൺ മസ്കിൻ്റെ പിതാവ് ഇറോൾ മസ്ക് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അത് ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതാണ്. യുഎസിൻ്റെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന. വിചിത്ര ലൈംഗിക സ്വഭാവമുള്ളയാളാണ് ബറാക് ഒബാമ. അയാളുടെ ഭാര്യ മിഷേൽ ഒരു സ്ത്രീയല്ല, പുരുഷനാണ്. പുരുഷൻ സ്ത്രീവേഷം കെട്ടിയ വ്യക്തിയാണ് മിഷേൽ ഒബാമയെന്ന് ഇറോൾ മസ്ക് തുറന്നടിക്കുന്നു. ബറാക് ഒബാമ ഒരു ക്യൂറാണ്. വിചിത്ര ലൈംഗിക സ്വഭാവമുള്ളവരെയാണ് സാധാരണ ക്യൂർ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഗേ എന്ന പദത്തിന് പകരമായി പണ്ടുമുതലേ ഉപയോഗിക്കുന്ന ഒരു പദം. വൈഡ് എവേക്ക് എന്ന പോഡ്കാസ്റ്റിൽ ജോഷുവ റൂബിനുമായുള്ള അഭിമുഖത്തിലാണ് ഇറോൾ മസ്ക് ഇത്ര ഭീകരമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. പ്രസ്താവനയിൽ ഞെട്ടിയ അവതാരകൻ തിരികെ ചോദിക്കുന്നു, അപ്പോൾ മിഷേൽ ഒരു പുരുഷനാണോ? ഇറോൾ മസ്കിന് ഒരുവിധ സംശയവുമില്ല, തീർച്ചയായും എന്നാണ് അയാൾ മറുപടി നൽകിയത്. നിങ്ങൾക്കതറിയില്ലേ എന്നായിരുന്നു ഇറോൾ മസ്കിൻ്റെ ചോദ്യം. 2014 മിഷേൽ ഒബാമയെക്കുറിച്ച് ഹാസ്യതാരം ജോൺ റിവേഴ്സ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ജോൺ റിവേഴ്സ് ബറാക് ഒബാമ ഒരു സ്വവർഗാനുരാഗി എന്നായിരുന്നു അന്ന് വിശേഷിപ്പിച്ചത്. 2 ആഴ്ച കഴിഞ്ഞ് അവൾ മരിച്ചു. അവർ അവളെ വെട്ടിക്കൊന്നുവെന്നാണ് ഇപ്പോൾ ഇറോൾ മസ്ക് പറയുന്നത്. അത് പൊതുവായ അറിവ് തന്നെയാണ്. മിഷേലിൻ്റെ ലിംഗഭേദത്തെക്കുറിച്ച് പരാമർശം നടത്തി 2 ആഴ്ചകൾക്ക് ശേഷം 2014 സെപ്റ്റംബർ 4-നാണ് ജോൺ റിവേഴ്സ് മരിക്കുന്നത്. സാധാരണയായി ഇത്തരം ഓൺലൈൻ അഭിമുഖങ്ങളിൽ ആളുകളെ പരിഹസിക്കുക ഇറോൾ മസ്കിന് ഒരു രസകരമായ പരിപാടിയാണ്. അഭിമുഖത്തിൽ ഒരു പടി കൂടി കടന്ന് അയാൾ വെട്ടിത്തുറന്ന് പറയുന്നു, അതെ, മിഷേൽ ഒബാമ ഒരു പുരുഷൻ തന്നെയാണ്. ട്രാക്ക് സ്യൂട്ടിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം. ട്രാക്ക് സ്യൂട്ടിൽ മിഷേൽ ഒബാമ നിൽക്കുന്ന ക്ലോസ് പിക്ചറുകൾ എൻ്റെ പക്കലുണ്ട്. അതിന് കാലാണ് എന്ന് നിങ്ങൾ പറയുമോ എന്നൊക്കെയാണ് ഇറോൾ മസ്കിൻ്റെ പരിഹാസം. സ്വന്തം മകനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ പലപ്പോഴും ഇയാൾ അഭിമുഖങ്ങളിൽ നടത്താറുണ്ട്. ഇലോൺ മസ്ക് ഒരിക്കലും ഒരു നല്ല പിതാവല്ല എന്നാണ് ഇറോൾ മസ്ക് പറയുന്നത്. ഇലോൺ മസ്കിൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് അയാൾ വലിയ തോതിൽ വിട്ടു നിൽക്കാറുണ്ട്. ഒരു ദിവസം മകൻ ഇലോൺ മസ്കിൻ്റെ ദിനമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ഇറോൾ മസ്കിൻ്റെ ദിവസം. അമേരിക്കയിൽ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള വാർത്തകളാണ് മിക്കവാറും ദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്. ഇപ്പോഴിതാ ഇറോൾ മസ്ക് ലോകമാധ്യമങ്ങളെ കീഴടക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ബറാക് ഒബാമയുടെ വിവാഹമോചന വാർത്തകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഒബാമയുടെ വിവാഹമോചന കിംവദന്തികൾക്കിടയിൽ ഇറോൾ മസ്കിന്റെ വിവാദപരമായ ഒരു പരാമർശം. ഇലോൺ മസ്ക് പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങളാണ് പലപ്പോഴും ഇറോൾ മസ്ക് വ്യക്തമാക്കുന്നത്. 26 വയസ്സായപ്പോൾ താൻ സാമ്പത്തികമായും തൊഴിൽപരമായും ഗണ്യമായ വിജയം നേടിയിരുന്നുവെന്നാണ് ഇറോൾ മസ്കിൻ്റെ അവകാശവാദം. എന്നാൽ തൻ്റെ പിതാവ് സാമ്പത്തികമായി ഒട്ടും ഭദ്രമായിരുന്നില്ല എന്നാണ് ഇലോൺ മസ്ക് പലപ്പോഴും പറഞ്ഞിരുന്നത്. ഇക്കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ മിഷേൽ ഒബാമ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. വേർപിരിയുന്നുവെന്ന വാർത്തകൾക്കും പ്രചരണങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. പരസ്പരം പ്രണയദിനാശംസകൾ നേർന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും മിഷേലുമൊക്കെ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത് തങ്ങൾ വിവാഹമോചിതരാകുന്നില്ല എന്ന്. മിഷേലിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ച് ഒബാമ പ്രണയ സന്ദേശം എക്സിൽ കുറിച്ചു. 32 വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും എൻ്റെ ശ്വാസം നിലയ്ക്കാൻ കാരണമാകുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ മിഷേലിനെ ടാഗ് ചെയ്ത് ഒബാമ എക്സിൽ കുറിച്ചു. എനിക്കെപ്പോഴും ആശ്രയിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. നിങ്ങളാണ് എൻ്റെ താങ്ങും തണലും. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രിയപ്പെട്ടവനെ എന്നായിരുന്നു മിഷേലിൻ്റെ കുറിപ്പ്. നടി ജെന്നിഫർ അനിസ്റ്റനും ബറാക് ഒബാമയും തമ്മിൽ പ്രണയബന്ധത്തിലാണെന്നും മിഷേലുമായി ഒബാമ വേർപിരിയലിൻ്റെ വക്കിലാണെന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തകൾ നിരന്നിരുന്നു. ഈ വാർത്തകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മിഷേലും ഒബാമയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രണയദിനാശംസകൾ പരസ്പരം പങ്കുവെക്കുന്നത്. പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ മരണാനന്തര ചടങ്ങുകളിലും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലുമൊന്നും മിഷേൽ ഒബാമ പങ്കെടുത്തിരുന്നില്ല. ഇത് നടിയും ഒബാമയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നായിരുന്നു മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ജനുവരി 17-ന് മിഷേലിന് ജന്മദിനാശംസകൾ നേർന്ന് ബറാക് ഒബാമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ ജീവന്റെ ജീവനായ മിഷേലിന് ജന്മദിനാശംസകൾ എന്നായിരുന്നു അതിൽ കുറിച്ചത്. ലവ് യു ഹണി എന്ന കുറിപ്പോടെ മിഷേൽ ഒബാമയുടെ ജന്മദിനാശംസ ഷെയർ ചെയ്തിരുന്നു. മിഷേൽ ഒബാമ ബന്ധം ഇങ്ങനെ ചൂടുപിടിച്ച വിവാദങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് ഇപ്പോൾ ഇറോൾ മസ്കിന്റെ തീപിടിപ്പിക്കുന്ന വിവാദം. ഇലോൺ മസ്കിനെതിരെ ഒരിക്കൽ ഇറോൾ മസ്ക് പറഞ്ഞിരുന്നു, അവൻ ആളുകളെ വഴിതെറ്റിക്കും, അവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കരുത്.
മകന്റെ രക്ഷാകർതൃ കഴിവുകളെപ്പോലും ഇറോൾ മസ്ക് ചോദ്യം ചെയ്തിരുന്നു. ഇലോൺ മസ്ക് ഒരു കോടീശ്വരനാണ്, പക്ഷെ ഒരു നല്ല അച്ഛനല്ല. അദ്ദേഹം തൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് മിക്കവാറും വിട്ടുനിന്നിരുന്നു. കുട്ടികളെ പരിപാലിക്കാൻ അയാൾ സ്വയം ഇടപെടാറില്ല, നാനിമാർക്ക് കൈമാറുകയായിരുന്നു പതിവ്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ മകനുമൊത്ത് ട്രംപിൻ്റെ ഓഫീസിലെത്തുന്ന ഇലോൺ മസ്കിനെയാണ് ലോകം കണ്ടത്. ഡൊണാൾഡ് ട്രംപിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഇലോൺ മസ്ക് തൻ്റെ തോളിൽ 5 വയസ്സുകാരനായ മകനെ ഇരുത്തിയിരിക്കുന്നു. മറുവശത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഇലോൺ മസ്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നത് ഭാര്യയും 3 കുട്ടികളും. കുട്ടികൾക്കൊപ്പം സദാ ഔദ്യോഗിക യാത്രകൾ സംഘടിപ്പിക്കുന്ന തൻ്റെ ഓഫീസിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഇലോൺ മസ്കിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇറോൾ മസ്കിൻ്റെ വിമർശനങ്ങളെ തുടർന്ന് അയാൾ സ്വയം തിരുത്തുന്നതാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കമൻറ്റുകൾ ഇടുന്നു. ഇലോൺ ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല എന്ന് ഇറോൾ മസ്ക് പലപ്പോഴും തുറന്നടിച്ചിരുന്നു. ഇലോൺ മസ്കിൻ്റെ ആദ്യ കുട്ടി നെവാഡ അലക്സാണ്ടറിന്റെ മരണത്തെക്കുറിച്ചൊക്കെ ഇറോൾ മസ്ക് പരാമർശിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ നാനിമാർ പരിപാലിച്ചു, ദുഃഖകരമെന്ന് പറയട്ടെ, അവരുടെ നിരീക്ഷണത്തിലായിരിക്കുമ്പോൾ കുഞ്ഞു മരിച്ചു. ഇലോൺ മസ്കിൻ്റെ പല വാദങ്ങളും പിതാവ് ഇറോൾ മസ്ക് തള്ളിപ്പറയാറുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ധനികനായ ഇലോൺ മസ്കിൻ്റെ പല പ്രസ്താവനകളും വിവാദങ്ങൾക്ക് ചൂടുപിടിക്കാറുണ്ട്. ഇപ്പോഴിതാ ഇറോൾ മസ്ക് ഒരു പടി കൂടി കടന്ന് വിളിച്ചു പറയുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഒരു ക്യൂറാണ്, അതായത് ഒരു വിചിത്ര ലൈംഗികതയുടെ ഉടമയാണ്. മറുവശത്ത് ബരാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ ഒരു പുരുഷനാണെന്നും അവർ സ്ത്രീവേഷം കെട്ടി ലോകത്തിൽ സഞ്ചരിക്കുകയാണെന്നും അയാൾ പറയുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഇനി ബരാക് ഒബാമ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.